പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ്, അതുമല്ലെങ്കിൽ വിവിധ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ പ്രത്യേകമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ധ്യാനത്തിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഈശോയെ, വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എത്രയും വേഗം ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഏതെല്ലാം ജീവിത നിയോഗങ്ങളുമായിട്ടാണ് ഈ നിമിഷം നമ്മൾ ഈ അൾത്താരയിൽ കടന്നു വന്നിരിക്കുന്നത്, ആ ജീവിത നിയോഗങ്ങളെയെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി ഈ ധ്യാനത്തിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ വന്ന് നമ്മളിൽ നിറയാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി വെളിപ്പെട്ട് കിട്ടുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിച്ച് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രഭാത സമയം നിന്റെ ശക്തി ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളിലേക്കും മഹത്വം ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ കൃപകൾക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. സാക്ഷികളായി ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവായി പോയതാണ്. എൻ്റെ പേര് അനിത. ഞാനൊരു റേഷൻ കട വ്യാപാരിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മകൻ ശബരിനാഥ്, +2 വിദ്യാർത്ഥിയാവുന്നു. ആദ്യമായിട്ട് എനിക്ക് ജപ്തി ഒഴിവായി പോയി എൻ്റെ വീട്ടിൽ നിന്ന്. അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഞാൻ റേഷൻ വ്യാപാരിയാണ്. ഞാൻ റേഷൻ കടയിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ സാധനം മേടിക്കാൻ വരുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസനത്തിലെ പത്രം കൊണ്ട് തരുമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എനിക്കത് വായിക്കാൻ വലിയ മനസ്സ് കുറവായിരുന്നു. ഇതെല്ലാവരും ഇങ്ങനെ കൊണ്ട് നടക്കുന്നതല്ലേ, അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കതിലോട്ട് ആദ്യമൊക്കെ നോക്കാൻ പോലും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ട് തരുന്നത് അവരെ നിരസിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പത്രങ്ങളും വാങ്ങിച്ച് ഒരു സൈഡിൽ അടുക്കി വെക്കുമായിരുന്നു. ഫോണിൽ പോലും മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങൾ വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്തങ്ങ് വിടും. ഞാൻ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ മനസ്സ്. പക്ഷേ എൻ്റെ വീടിൻ്റെ ജപ്തിയോട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിലായിരുന്നു ആ സമയത്തൊക്കെ. എന്നിട്ട് പോലും എനിക്ക് മാതാവിനെ ഒന്ന് നോക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും പശ്ചാത്താപവും ഉണ്ട്. അവസാനം ഞാൻ ജപ്തിയുടെ ഡേറ്റ് അടുത്തടുത്ത് വന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനിയും ബാങ്കുകാർ വിളിച്ചെന്നെ നിരന്തരം ശല്യപ്പെടുത്തുക, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഒരുപാട് സങ്കടം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ പറഞ്ഞ്, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നാളെ വെളുപ്പിന് തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടി എടുത്ത ഒരാളുമാണ്. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞതുമല്ല, എനിക്ക് അത് കേൾക്കാൻ നോക്കിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണം, ഇനി അവിടെ ചെന്ന് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. 2 ലക്ഷം രൂപ പെട്ടെന്ന് അടയ്ക്കണം. ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു മറിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും പ്രായമുള്ളതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി. ആദ്യമായിട്ട് 2025 ജനുവരി 22-നാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ബാങ്കിൽ നിന്ന് മാനേജർ നിരന്തരം വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് സമാധാനം പറയാൻ ചെല്ലുന്നുണ്ട്. ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാമായിട്ടാണ് ഞാൻ മാനേജറെ കാണാൻ പോകുന്നത്. പക്ഷേ അവരന്നേരം ഒന്ന് സമാധാനപ്പെടും. വീണ്ടും 4 ദിവസം കഴിയുമ്പം പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അങ്ങനെ ഇരിക്കെ അവരെന്നോട് പറഞ്ഞു, വീട് വന്ന് സീൽ ചെയ്യും, നിങ്ങളുടെ അച്ഛനും അമ്മയും പുറത്തിറങ്ങേണ്ട അവസ്ഥ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മാനസികമായിട്ട് എന്നെ തളർത്തി. എനിക്കപ്പം വേറൊരു മാർഗ്ഗമില്ല. ഞാൻ പെട്ടെന്ന് വന്ന് അപ്പോൾ എന്നെ അറിവുള്ളവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞ് മനസ്സിലാക്കി, അച്ഛനെ ചെന്ന് കാണ്, അല്ലാതെ ഇനിയൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടെ അച്ഛനെ കാണാൻ വരുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ 5:30 എന്നും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഈ ജപ്തിയുടെ കാര്യം പറഞ്ഞ് നിരന്തരം അമ്മയോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 5:30 ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു. 5:50 എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറി കാപ്പി ഇടുന്നത് പോലും. ആ സമയത്ത് അന്ന് ഞാൻ അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് എൻ്റെ ഫോൺ നിരന്തരം അങ്ങ് ബെല്ലടിക്കാൻ തുടങ്ങി. അത് ഒരു 5:45 മുതലേ ബെല്ലടിക്കുന്നുണ്ട്. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടെയാണ്. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഈ ബെല്ലടി മൊത്തം ഫോണിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാനപ്പോൾ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പം കോളേജിലെ സാറാണ്, ഹൈദരാബാദ് കോളേജിൽ നിന്ന് സാറാണ് വിളിക്കുന്നത്.
അപ്പോൾ എനിക്ക് ആദ്യം ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലങ്ങ് പ്രേരിപ്പിക്കുക, ഫോൺ എടുക്കുക എന്നും പറഞ്ഞ് അങ്ങ് ഞാൻ മനഃപൂർവ്വം ആ കോൾ അവോയ്ഡ് ചെയ്തിട്ടും എന്നെ അങ്ങ് തട്ടി വിടും ആ ഫോണിൻ്റെ അടുക്കലോട്ട്. ഞാൻ അങ്ങനെ മനസ്സോടുകൂടി ചെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോഴാണ് സാറ് വിളിക്കുന്നത്. അപ്പോൾ ആ കോള് കണ്ടെങ്കിലും പേര് കണ്ടെങ്കിലും എനിക്ക് വീണ്ടും അത് അറ്റൻഡ് ചെയ്യാനൊരു മടി. കാരണം അഡ്മിഷന് വേണ്ടിയിട്ടാണ് സാറിനെ വിളിക്കുന്നത്. എൻ്റെ അടുത്ത് അഡ്മിഷൻ കൊടുക്കാനില്ല, സാറ് പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പോലും എനിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഈ കോൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും തിരിഞ്ഞു നടന്നിട്ട് വീണ്ടും എന്നെ പിടിച്ചു തള്ളി ഫോണിൻ്റെ കീഴിലോട്ടങ്ങ് കൊണ്ടുപോവുക. അതൊന്നും എനിക്ക് മറക്കാൻ പോലും വയ്യ. ഞാൻ എങ്ങനെ വീണ്ടും ആ കോൾ എടുക്കാൻ എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ ഞാൻ വേണ്ട കോൾ എടുത്തപ്പോൾ സാറ് എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അനിത, മാവേലിക്കര ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 1:30 എത്തും, അപ്പം നമുക്ക് കാണണം. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ അഡ്മിഷന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സാറ് വേറൊരു ദിവസം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടാണേലും ഇന്ന് നമുക്ക് കാണണം, അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കണം, പിന്നെ അനിതയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തുറന്ന് പറയുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സോടുകൂടി സാറ് പറഞ്ഞ പ്രകാരം ഞാൻ അന്നേ ദിവസം തന്നെ 1:30 മാവേലിക്കര ഓഫീസിൽ ചെന്ന് സാർ ആദ്യം തന്നെ എൻ്റെ ഈ വിഷമ വിവരമാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇത് പറയാനാണോ മടി, അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഡ്മിഷൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം സാറ് എൻ്റെ കയ്യിൽ നിന്ന് അക്കൗണ്ട് നമ്പറെല്ലാം വാങ്ങിച്ചു. അത്രയൊരു ആശ്വാസത്തിൽ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവിടെ ഇരുന്ന് തന്നെ ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് കയറാൻ നോക്കിയിരുന്നു. വീണ്ടും ബാങ്കിൽ നിന്ന് വിളി വന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും സാർ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചതല്ലാതെ എനിക്ക് ക്യാഷ് അയച്ചു തന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു 2 ദിവസത്തേക്കുള്ളിൽ അവിടെ എല്ലാവരെയും കൊണ്ട് വരും, അളക്കും. അങ്ങനെ കുറേ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. ഞാനതെല്ലാം കേട്ടിരുന്നു. നമുക്ക് കേട്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. ഒരാളൊരു പ്രതീക്ഷയ്ക്ക് ഒരു വാക്കും തന്നിട്ട് പോയി, ഇതുവരെ വിളിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് അന്ന് റേഷൻ കട തുറക്കാതെ പോലും ഞാൻ ഓടി ഇവിടെ വന്നു. അച്ഛനെ കണ്ട് അച്ഛനോട് ഈ സങ്കടം പറഞ്ഞു. അച്ഛൻ അപ്പോൾ തന്നെ എനിക്കൊരു മാതാവിൻ്റെ രൂപം വീട്ടിൽ കുഴിച്ചിടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു. ഇവിടെ വെച്ച് ഈ അൽത്താരെ വെച്ച് തന്നെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു. ഞാനൊന്നും എനിക്കത് ഓർക്കാൻ പോലും വയ്യ. അന്നത്തെ ദിവസം ഈ പൈസ അടച്ചില്ലെങ്കിൽ 2 ദിവസത്തേക്കുള്ളിൽ എൻ്റെ അച്ഛനെയും അമ്മയും പുറത്തിറക്കുമെന്ന് വരെ പറഞ്ഞവർ. ഞാൻ ആ കാശ് രൂപം പിടിച്ച് വിഷമിച്ച് മാതാവിനോട് വീണ്ടും നോക്കി സങ്കടപ്പെട്ടിട്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തോട്ട് ആ തൂണിൻ്റെ ചവിട്ടി ചെന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ സാറിൻ്റെ കോള് വന്നു. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് ആ കോൾ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 1,00,000 രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, അത് പറയാനാണ് ഞാൻ ഫോൺ വിളിച്ചതെന്ന്. എല്ലാവരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും ഉടനടി എനിക്ക് കിട്ടിയ അനുഗ്രഹവും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. എനിക്കത് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നും അറിയത്തില്ല. നിസാരം 2,00,000 രൂപയേ ഉള്ളായിരിക്കാം, പക്ഷേ അതെനിക്ക് 2 കോടിയുടെ വിലയാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ഞാൻ ആ പൈസ കൊണ്ട് അടച്ചു. അത്രയൊരു ആശ്വാസം ബാങ്കുകാർക്കായി. അങ്ങനെ ഇരിക്കെ എൻ്റെ മോന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലാണ് 24 രൂപ ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പം ഞാൻ മോനോട് പറഞ്ഞ, മോനെ 24 രൂപയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവനൊരു മാസ്ക് വാങ്ങിക്കണം, ഒരു ചായ കുടിക്കണം, എന്തായാലും നിനക്ക് ഇത് രണ്ടും സാധിക്കാനുള്ള പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചായ വാങ്ങിച്ചു കൊടുത്തു. ശേഷം ഒരു മാസ്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കയറി. അവൻ തന്നെ എൻ്റെ GPay ചെയ്ത് കൊടുത്തു. GPay ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഫോൺ ഓൺ ആക്കുമ്പോൾ ആ 24ൻ്റെ സ്ഥാനത്ത് ചായയുടെ ബാക്കിയും പോയിട്ട് 14 രൂപയുണ്ട്. ആ സ്ഥാനത്ത് 1,14,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ച, അമ്മ ഈ 1,00,000 രൂപ എത്ര പെട്ടെന്ന് എങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ വന്നേ? അപ്പം ഞാൻ അവനോട് രാവിലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു, എടാ മാതാവ്, ഇത്രയും ശക്തിയുള്ള മാതാവ് നമുക്ക് ഇത്രയും സംരക്ഷണം തന്നു, ഇനി ആ 1,00,000 രൂപയും കൂടെ പെട്ടെന്ന് തന്നെ അയച്ചു തരും, മോൻ പ്രാർത്ഥിക്കുക, അതെല്ലാം നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഈ 2 അനുഭവം എൻ്റെ മോൻ ഒരുപാട് വിശ്വാസം കൂട്ടി.
അവൻ്റെ അസുഖങ്ങളും മാറി. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് എൻ്റെ അസുഖങ്ങളും മാറിപ്പോയത്. ഇതുകൂടാതെ ആ പിറ്റേ ദിവസം തന്നെ ഞാൻ പിന്നെ വീട്ടിൽ വന്നു. ആ 1,00,000 രൂപയും കൊണ്ട് അടച്ചു. ഞങ്ങളുടെ ജപ്തി ഒഴിവായി. ആധാരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ഈ ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇതിന് അമ്മ മാതാവിനോട് ഈശോയോടും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. മോൻ്റെ രോഗസൗഖ്യം ഉണ്ടായി. ഇതുകൂടാതെ എൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുവാണ്. ഹരിപ്പാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ പുതിയ വണ്ടിയാണ് ഓടിക്കുന്നത്. എങ്കിൽ പോലും നിരന്തരം ആൾ കയറുമ്പോൾ ഒരു 4 പേർക്കുള്ളിൽ കയറിക്കഴിഞ്ഞാൽ വണ്ടി സൈഡിലേക്ക് പോകും. ഏതെങ്കിലും വലിയ വണ്ടിയുടെ അടിയിലോട്ട് ചെന്നങ്ങ് കയറും. വളരെ അത്ഭുതത്തിലാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്. അത് ഒരനുഭവമല്ല, പല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി. ഏതെങ്കിലും വലിയ വണ്ടിയുടെ ഇടയ്ക്കോട്ട് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കയറുക എന്നുള്ളത്. അപ്പോഴൊക്കെ അന്നൊക്കെ വിറച്ചാണ് രാത്രി കയറി വന്ന് എന്നോട് ഈ വിവരം പറയുന്നത്. ഇന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ, പാണ്ടിലാറിയുടെ അടിയിൽ കയറിയില്ല, സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ കയറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അച്ഛനെയും മക്കളെയും എല്ലാവരെയും ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് രാവിലെ പ്രാർത്ഥിച്ച് എല്ലാം ഉപ്പും നാവിൽ തൊട്ട് കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ എത്ര തിരക്കൊണ്ടേലും ഞാനത് ചെയ്താണ് വിടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ശരിക്കും ഉണ്ടായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് എന്നോടൊപ്പം ഈ ആൾക്കാരെ നിൽക്കാനുണ്ടായത്. അല്ലെങ്കിൽ പലവട്ടം അപകടം സംഭവിച്ചു കഴിഞ്ഞേന്. അങ്ങനെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു. ഇപ്പോൾ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. വണ്ടിയിൽ എത്ര ആൾ കയറിയാലും ഒരു പ്രശ്നമില്ല. നേരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരപകടവും ഉണ്ടായിട്ടില്ല. ഈ 3 അനുഭവങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇതുകൂടാതെ ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകുമ്പോഴും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കും. പിന്നെ ഒരു ദിവസം അച്ഛന് ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ വാശി പിടിച്ചു. ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അച്ഛനെയും കൊണ്ട് പോകുന്ന സമയത്ത് കാഷ്വാലിറ്റിയിൽ ഭയങ്കര തിരക്കാണ്. ഡോക്ടേഴ്സിൻ്റെ ഒന്നും കിട്ടാനേ ഇല്ല. ഞാൻ അച്ഛനിങ്ങനെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് ഒരു +2 വിദ്യാർത്ഥിയാണ്. കാണാൻ നല്ല സുന്ദരിയായ ഒരു മോള്. അത് കിടന്ന് ശ്വാസം കിട്ടാതെ അത് കണ്ണ് തള്ളുവാ നിന്നുകൊണ്ട്. ഞാൻ പെട്ടെന്നാണ് അതിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് മുകളിലോട്ട് കയറി നിൽക്കുന്നു. പിന്നെ അത് രക്ഷയില്ല. ഞാൻ ഓടിച്ചെന്ന് മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അച്ഛൻ്റെ മാസ്കൊന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. പെട്ടെന്ന് അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനങ്ങ് വെച്ചൊന്ന് കരയുവാ. അതിനെ നിന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം എൻ്റെ മനസ്സിലങ്ങ് പറയുക, ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവേ കുഞ്ഞിന് സമാധാനം കൊടുക്കണേ, ഇത് കാണാൻ വയ്യ, എൻ്റെ മോനെ പോലൊരു മോളല്ലയോ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുക. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറയുക, കാശ് രൂപ എടുത്ത് കൊടുക്കെന്ന് പറയുക. ഞാൻ എപ്പോഴും നേർച്ച വസ്തുക്കൾ മേടിക്കുമ്പോൾ ഒരു 5 കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചേക്കും പേഴ്സിൽ. അതുകൂട്ട് ആർക്കെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി ഓരോരുത്തരെ കാണുമ്പം തീരെ വിഷമിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കരുതുന്നത്. അപ്പോഴാണ് എന്നോട് മനസ്സിലിങ്ങനെ പറയുന്നത്, കാശ് രൂപ എടുക്കുക. അപ്പം ഞാനിത് മറന്നുപോയ സംഭവമാണ്. 3 കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, കാശ് രൂപ കൊടുക്കാൻ പറയുന്നല്ലോ, എൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്ന കാശ് രൂപ? ഞാൻ പേഴ്സ് നോക്കുമ്പോൾ 3 കാശ് രൂപ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ആ കാശ് രൂപ എടുത്ത് മോളുടെ തലയെ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഇനി അത്ര ഒരവസ്ഥയായിരുന്നു ആ കുഞ്ഞിൻ്റെ. ഡോക്ടേഴ്സൊന്നും നോക്കുന്നില്ല, കാരണം കാഷ്വാലിറ്റിയിൽ അത്ര തിരക്കാണ്. അവരുടെ കുഴപ്പമല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരുന്നവരുടെ പുറകെ ഡോക്ടേഴ്സ് പോവുക. അപ്പോൾ ഇതിനെ 2 ടീച്ചേഴ്സാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സ് 2 പേര് ഡോക്ടർമാരെ തിരക്കി വേറൊരു വഴിക്കോട്ട് ഓടുമ്പോഴാണ് ഞാൻ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായി ടീച്ചേഴ്സ് 2 പേരും എൻ്റെ അടുക്കലോട്ട് ഓടി വരുന്നത്. ആരാ എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന്, പേരൻസ് ആണോ? അല്ല, ഞങ്ങൾ ടീച്ചേഴ്സാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ ചെയ്യുന്നത്, ഇതിലൂടെ കുഞ്ഞ് രക്ഷപ്പെടുന്നേ പേട്ടെ. ഇത്രയും നേരം ഡോക്ടേഴ്സൊന്നും അടുത്തോട്ട് വന്നില്ലല്ലോ, ഇതിൻ്റെ കണ്ണ് തള്ളൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തുവാ ചെയ്തേ? ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ കാശ് രൂപമാണ്, ഞാൻ അത് വെച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ചതാ. അയ്യോ ചേച്ചി, ഞങ്ങൾക്കൂടെ 2 കാശ് രൂപം താ, ഞങ്ങൾ തിരക്കി നടക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ശേഷിച്ച 2 കാശ് രൂപം ആ ടീച്ചേഴ്സിനും കൊടുത്തിട്ട് പിന്നെയാണ് ഞാൻ അച്ഛനെ പോലും ശ്രദ്ധിക്കുന്നത്. എൻ്റെ അച്ഛന് 77 വയസ്സുള്ള അച്ഛനെ പോലും മറന്നാണ് ഞാൻ ഈ മോളുടെ പുറകെ ഓടിയേ.
പിന്നെ അച്ഛനെയും കൊണ്ട് പെയ്യെ ഞാൻ നടന്നു. ഞങ്ങൾ ഊണ് മേടിക്കുന്നിടത്ത് വന്ന് ക്യൂവിൽ നിൽക്കുമ്പോൾ ഈ ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് പോന്നു, ആ ചേച്ചിയെ ഒന്നും കൂടെ ഒന്ന് കണ്ടില്ലല്ലോ, എന്നാലും എവിടെങ്ങാനും നോക്കാമെന്ന് അവരിങ്ങനെ നോക്കി പോകുമ്പോഴാണ് എനിക്ക് അവരെ ശ്രദ്ധയപ്പെട്ട് ഞാൻ അവരുടെ പുറകെ ഓടിച്ചെന്നു. ആ കുഞ്ഞിന് എങ്ങനെയുണ്ട്? അപ്പോൾ പറയുക, ചേച്ചിയെ തിരക്കി ഞങ്ങൾ നടക്കുമായിരുന്നു. ഡോക്ടറൊക്കെ പിന്നെ വന്നത്. ആ മോക്ക് ചേച്ചി അത്രയും പ്രാർത്ഥിച്ച് കാശ് രൂപം കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പകുതി അസുഖം മാറി. ഇപ്പോഴാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തതും ഡോക്ടർ വന്നതും എല്ലാം. എനിക്ക് ഇത്രയും ഒരു അനുഗ്രഹം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആ അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിന് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വൃദ്ധസദനമുണ്ട്. അനാഥരായ അച്ഛനമ്മമാരെയൊക്കെ ഇടയ്ക്ക് പോയി കാണും. അവർക്ക് വൈകിട്ടത്തേക്കുള്ള സ്നാക്സൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ 1-2 പ്രാവശ്യം ഊണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ കായംകുളത്ത് ഹരിപ്പാടൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പാവങ്ങൾ, തീരെ അവശരായി കിടക്കുന്നവർക്ക് അവർക്ക് എണ്ണീറ്റ് പോയി ഫുഡ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഒരു 5 പൊതിയെങ്കിലും, അത് 5 പൊതിയൊന്നും വെച്ചിട്ട് ഞാൻ ആശയം കൊണ്ടിരിക്കത്തില്ല. 5 പേരെ കണ്ടെത്തി ഞാൻ എവിടൊക്കെയാണ് അവർ കിടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ഏരിയയിൽ തന്നെ കൊണ്ടുവന്ന് അവർക്ക് 5 പേർക്കും അവരുടെ കൈകളിൽ തന്നെ ഞാൻ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഇതുകൂടാതെ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഭക്ഷണ അലമാരയുണ്ട്. അവിടെ എല്ലാ മാസത്തും ഭക്ഷണം കൊണ്ട് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ RCCയിലാണ് ഞാൻ കൂടുതലും പോകുന്നത്. കാരണം എൻ്റെ മൂത്തൊരു മകളുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടായിരുന്ന 22 വയസ്സ് കാണുമായിരുന്നു. കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞാൻ അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന്, തീരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയ അവസ്ഥയിൽ. അന്ന് എനിക്ക് അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതല്ലാതെ എനിക്ക് ഈശോ എന്താണെന്നോ മാതാവ് എന്താണെന്നോ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അസുഖം മാറട്ടെ ആ ഒരു മൈൻഡായിരുന്നു. കാരണം എൻ്റെ പ്രായവും അതായിരുന്നു. എനിക്ക് അത്ര പോലെ പക്വതയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അന്നത്തെ ആ വേദന ഇന്ന് തന്നെ നല്ലപോലെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ RCC പോകുന്നത്. ഹരിപ്പാട്ടു നിന്ന് RCC വരെ പത്രം കൊടുക്കാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിനായിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞു, അതെ, ഇതിനായിട്ട് തന്നെ വന്നേ. കാരണം ഈ നിൽക്കുന്ന RCCയുടെ ഫ്രണ്ടിൽ കാണുന്ന ഓരോ ചെടികളും ഓരോ മൺതരികളും എൻ്റെ തകർച്ച ഒരു നാൾ കണ്ടതാണ്. അന്ന് എനിക്ക് ആരുമില്ലായിരുന്നു. എനിക്ക് മാതാവിനെ ഈശോയെ ഇത്ര ശക്തമായി അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച മനോവേദന എനിക്ക് അറിയത്തുള്ളൂ. എവിടെ ചെന്നാൽ എൻ്റെ മോളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടമായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞ് പോയി 2.5 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഞാൻ ആന്ധ്രയിലൊരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സമയത്തുണ്ടായതാണ് എൻ്റെ മോനും പിന്നെ ഒരു മോളും ഉണ്ട്. RCCയിൽ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവർക്കും കാശ് രൂപ ഞാൻ പ്രത്യേകം കൊണ്ടുകൊടുക്കും. കാരണം കുട്ടികൾക്കൊന്നും ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൊടുപ്പിക്കത്തില്ല. അവരുടെ പേരൻസിൻ്റെ ഞാൻ വിവരം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. മാതാവിൻ്റെ പത്രം അവരുടെ തലക്കെട്ട് കഴിവതും വെച്ച് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ RCC പോയി എല്ലാവർക്കും എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കിടക്കുമ്പോൾ എനിക്കിങ്ങനൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. അപ്പം നിങ്ങൾ എത്രത്തോളം തകർന്ന ഓരോ മാതാപിതാക്കളും ഇവിടെ കഴിയുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ തേടി തന്നെയാണ് ഇത്രയും ദൂരത്തുനിന്ന് ഞാനിവിടം വരെ വരുന്നത്. അങ്ങനെ അവർക്കെല്ലാം കൊടുക്കും. അവരോടൊപ്പം ഞാനും അവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് കഴിക്കും. രാവിലെ 7 മണിയുടെ ഹരിപ്പാട് നിന്നുള്ള ട്രെയിനിൽ കയറിയാൽ പിന്നെ ഞാൻ രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. കഴിവതും അവരോട് തന്നെ ആ പരിസരത്ത് തന്നെ ഞാൻ സമയം ചെലവഴിക്കും. എത്രത്തോളം ആശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കാവോ അത്രയും ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും കൃപാസനത്തിലൊന്ന് വന്നെത്ത്, നിങ്ങളുടെ കുഞ്ഞ് രക്ഷപ്പെടും, നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതെന്ന് തന്നെ ശക്തമായി ഞാൻ അവരോട് പറയും. കാരണം എൻ്റെ അനുഭവങ്ങൾ അത്ര വലുതാണ്. എൻ്റെ കുഞ്ഞിനെ കിട്ടാത്ത ആ ഒരു ഭാഗ്യം നിങ്ങളുടെ കുഞ്ഞിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുകയുള്ളൂ എന്ന് തന്നെ ഞാൻ പറയും. അവസാനം അവരെനിക്ക് ഉറപ്പും തരും. അങ്ങനെ ഒരു പ്രാവശ്യം പോയി എനിക്ക് എല്ലാവരുടെയും അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാനിപ്പം നിരന്തരം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് അവിടോട്ട് പോകാനാണ് ഇഷ്ടം. കാരണം RCCയിൽ ആദ്യം ചെല്ലുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ചെക്കിങ്ങാണ്, ക്യാമറയുണ്ട്, അവർ പത്രം പിടിച്ചു വയ്ക്കും. ഞാൻ ഇപ്പോൾ ചെല്ലുമ്പം ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ആ ചേട്ടന്മാർക്ക് ആദ്യം കൊടുക്കുമ്പോൾ അവർ തന്നെ പറയും RCC പോകാനാണെങ്കിൽ പോകരുത്, ഭയങ്കര ചെക്കിങ്ങാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രയും ദിവസം പോയിട്ട് എന്നെ ആരും പിടിച്ചു വെച്ചില്ല, ഇനി പിടിച്ചു വെക്കുന്നെങ്കിൽ വെക്കട്ടെ, എനിക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇനി ആരാണ് SP ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള
കഴിവുണ്ട്. കാരണം ഞാനതൊരു മതപരിവർത്തനമല്ല നടത്തുന്നത്, ഒരു കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്, ഞാൻ അതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു അമ്മയാണ്. അതുപോലെ ഒത്തിരി അമ്മമാർ ഈ RCCയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വന്നത്, അല്ലാതെ ഞാൻ മറ്റൊരു ഉദ്ദേശത്തിലല്ലാന്ന് എനിക്ക് പറയാനറിയാം. അപ്പോൾ അവർ ബാക്കി നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ ഞാൻ RCC പോകുമ്പോൾ കൂട്ടത്തിൽ അവിടെ SAT ഉണ്ട്, ശ്രീചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്, അങ്ങനെ 4 ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അടുത്തടുത്ത്. അവിടെ എല്ലായിടവും പോകും. എല്ലായിടവും ഈ ഫ്രഷായിട്ടുള്ള പത്രം കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച അതിനെക്കാട്ടി വേദനാജനകമാണ്. വായിച്ചു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ പത്രം താഴെ ഇട്ട് ചവിട്ടി തേക്കുന്നതും കാണാനുള്ള ഇടയായിട്ടുണ്ട്. അത് കാണുമ്പോൾ സഹിക്കത്തില്ല. ഫ്രഷായിട്ടുള്ള പത്രം എല്ലാവർക്കും കൊടുത്തിട്ട് എൻ്റെ ജോലി പ്രത്യേകം ഒരു കിറ്റും കൊണ്ടുപോകും. ഈ താഴെ ചവിട്ടി മെതിക്കുന്ന പത്രമെല്ലാം എടുത്ത് കവറിലാക്കി വീട്ടിൽ കൊണ്ടും സൂക്ഷിച്ച് വെക്കും. കാരണം ആ പത്രത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് അനുഭവിച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ഇത്രയൊക്കെയാണ് മാതാവിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല മാതാവിനെ ഈശോയും വിളിക്കുന്നത്, എൻ്റെ മക്കളോടും പറയും. നിത്യത വരെ നമുക്ക് മാതാവിനെ ഈശോയും ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്നും മാതാവിനെ ഈശോയോടും പറഞ്ഞ് ഞാൻ പറയുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയും. അങ്ങനെ ഞങ്ങളിപ്പോൾ വളരെ സമാധാനവും സന്തോഷമായിട്ടാണ് ഉടമ്പടിയെടുത്ത കാലം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇനി മുന്നോട്ട് മാതാവ് ഞങ്ങളെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.